വിവാദങ്ങൾക്കിടെ പാലക്കാട് കഞ്ചിക്കോട്ടെ ബ്രൂവറിയിൽ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. ഒന്നാം ഘട്ടത്തിൽ വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കും. രണ്ടാം ഘട്ടത്തിൽ എഥനോൾ നിർമ്മാണം. മൂന്നാം ഘട്ടത്തിൽ മാൾട്ട് സ്പിരിറ്റ് വൈനറി പ്ലാന്റ്. ബ്രൂവറി നാലാം ഘട്ടത്തിൽ. 600 കോടിയാണ് മുതൽ മുടക്ക്. പ്രജിത്ത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി. പ്രജിത്ത്, ഇത്രയും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടും ബ്രൂവറി പദ്ധതിയുമായി മുന്നോട്ട് തന്നെ സർക്കാർ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതെ, വളരെ ധൃതി പിടിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. 16/1/2025 എന്ന ഡേറ്റിലാണ് ഇപ്പോൾ സർക്കാർ ഈ ഉത്തരവ്. ഇതിൽ പറയുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ആസ്ഥാനമായി ഈ പറയുന്ന എഥനോൾ 600 കോടി മുതൽ മുടക്കിയിട്ടാണ് എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫ്ലൂയിഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ഉൾപ്പെടെ സംയോജിത യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകുന്നു എന്നുള്ളതാണ് സർക്കാർ ഈ ഉത്തരവിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘട്ടം കാര്യം ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദനത്തിനുള്ള അനുമതി നൽകാൻ മദ്യനയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്ലാന്റിന് അനുമതി നൽകുന്നത് എന്നുള്ളതായിരുന്നു എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റ് കൂടുതൽ മദ്യപ്രോത്സാഹനമല്ല അല്ലെങ്കിൽ മദ്യവർജന നയമാണ് സർക്കാരിൻ്റെ നയം എന്നൊക്കെ പറയുന്ന അതേ ആളുകൾ തന്നെ ഈ പറയുന്ന ഉത്തരവിൽ തന്നെ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടത്. കാരണം എഥനോൾ യൂണിറ്റ് ആണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊക്കെ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉത്തരവിൻ്റെ ഓരോ ഘട്ടവും നമ്മൾ നോക്കുമ്പോൾ 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ 600 കോടിയുടെ പദ്ധതി ഇവിടെ ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, വിവാദമായിരിക്കുന്ന കമ്പനി സ്ഥാപിക്കുന്നത്. അതിൽ ആദ്യത്തേത് വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് ആണ്. ഈ വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ് ഒന്നാം ഘട്ടത്തിൽ വരുന്നു. രണ്ടാം ഘട്ടത്തിൽ എഥനോൾ നിർമ്മാണം യൂണിറ്റാണ് സ്ഥാപിക്കുന്നത്. മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ സർക്കാർ പറയുന്ന ഈ വീര്യം കുറഞ്ഞ മദ്യനിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു നയമല്ല ഇവിടെ പാലിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. പ്രത്യേകിച്ച് മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ മാൾട്ട് സ്പിരിറ്റ്, ബ്രാൻഡി ഉണ്ട്, വൈനറി പ്ലാന്റ് എന്നിവയുടെ എല്ലാം ഉൽപ്പാദനത്തിന്, അതായത് വിദേശ മദ്യത്തിൻ്റെ നിർമ്മാണത്തിനുള്ള യൂണിറ്റ് അവിടെ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് മൂന്നാം ഘട്ടത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നാലാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ബ്രൂവറിയുടെ ബിയർ നിർമ്മാണത്തിൻ്റെ ബ്രൂവറി പ്ലാന്റിൻ്റെ ഇതായിട്ട് വരുന്നത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നത്. അതും 1 മില്യൺ HLPA ശേഷിയുള്ള ബ്രൂവറി പ്ലാന്റാണ് നാലാം ഘട്ടത്തിൽ സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മന്ത്രി പറയുന്നത്, എപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് 2023-24 വർഷത്തെ മദ്യനയത്തിൻ്റെ HP24 എന്ന് പറയുന്ന പോയിന്റാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്, അതായത് സംസ്ഥാനത്ത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിൻ്റെ ഉൽപ്പാദനത്തിനുള്ള പ്രോത്സാഹനം സർക്കാർ നൽകുമെന്ന്. ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ എഥനോൾ നിർമ്മാണത്തിനും, മന്ത്രി സ്പെസിഫിക്കായി എടുത്തു പറയുന്നതായിരുന്നു, എഥനോൾ നിർമ്മാണത്തിനും ഒപ്പം ബ്രൂവറി പ്ലാന്റിനും അനുമതി നൽകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ബ്രൂവറി പ്ലാന്റിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് അതിനൊപ്പം ഒളിച്ചു കടത്തുന്നത് മദ്യനിർമ്മാണത്തിനുള്ള പ്ലാന്റുകൾ തമ്മിലാണ്. പ്രത്യേകിച്ച് ബ്രാൻഡ് നിർമ്മാണത്തിനും ഒപ്പം മാൾട്ട് സ്പിരിറ്റ് നിർമ്മാണത്തിനുമൊക്കെയുള്ള അനുമതി തന്നെയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഉത്തരവിൻ്റെ അല്ലെങ്കിൽ ഈ മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല പാലക്കാട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ എക്സൈസ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എക്സൈസ് കമ്മീഷണറുടെ ചില കണ്ടെത്തലുകളും സർക്കാർ ഈ ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത്, ഈ പ്ലാന്റിലേക്ക് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെ കൂട്ടത്തിൽ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകളുണ്ട്. ഈ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ലാഭത്തിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതിയായി മാറും ഇതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ചില ഈ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജലവിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്കും ഈ ഉത്തരവിൽ ഒരു മറുപടി പോലെ സർക്കാർ പരാമർശിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായി പറയുന്നത്, ഒന്ന് ജല അതോറിറ്റി ഇതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഴവെള്ള സംഭരണി ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപയോഗിക്കുന്നതിനാൽ ഈ ജലചൂഷണം അത് ഒഴിവാക്കുമെന്നും സർക്കാർ ഈ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. ഒപ്പം ഈ കമ്പനിയെ പുകഴ്ത്താൻ, ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ പുകഴ്ത്താനും സർക്കാർ മടിച്ചിട്ടില്ല. ഏതാണ്ട് 20 വർഷത്തോളമായി വിവിധ ഈ സമാനമായ പദ്ധതികൾ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കി വിജയിച്ച പരിചയസമ്പന്നതയും സാങ്കേതിക പ്രാവീണ്യവും ഒയാസിസിനുണ്ട് എന്നുള്ളതാണ് ഈ കമ്മീഷനുടെ റിപ്പോർട്ടായി സർക്കാർ ഉത്തരവിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മദ്യനയത്തെ കൂടി മുൻനിർത്തിയുള്ള അനുമതി നൽകിയിരിക്കുന്നതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. രോഹിണി. ശരി, പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.